ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അത് കാരണം ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. നിധിക്കുട്ടിയുടെ പ്രസവവും അതിനുശേഷമുള്ള സർജറി എല്ലാവരും കഴിഞ്ഞപ്പോഴേക്കും ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നിരുന്നു. അത് കാരണം പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. പോണ്ടേന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു രഞ്ജിനിയും മായ വന്നിട്ട് എന്തായാലും വന്നേ പറ്റുമെന്ന് പറഞ്ഞത്. പിന്നെ എന്തായാലും പോവാമെന്ന് തീരുമാനിച്ചു. അപ്പം അത് കാരണം നോക്ക്, അമ്മമാരുടെ ഡാൻസ് നോക്ക്. ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ് അഭിഷേകും നീലും. അവർ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇതിൽ അഭിഷേകാണെങ്കിൽ സൂപ്പറായിട്ട് വരക്കും കേട്ടോ. അപ്പോൾ അവന്മാരുടെ കളിയാണ്. എല്ലാവരും ഞാൻ കുറച്ചീശെ ഇട്ടിട്ടുള്ളൂ. വീഡിയോ അധികം ലെങ്ത് ആവണ്ടെന്ന് വെച്ചാൽ. ഇനി നിങ്ങൾ പറയുകയാണ് അവരുടെ ഡാൻസ് ഫുൾ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ ഇടാം കേട്ടോ. തിരുവാതിരക്കളിയായിരുന്നു. ഇതൊന്നും ആയിരുന്നില്ല. കപ്പിൾ ഗെയിമും ഗാനമേളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സ്റ്റൈലൊക്കെ കാട്ടി. നിധിക്കുട്ടി ഒരു കുഞ്ഞു വാശിയിലാണ് കേട്ടോ അമ്മ എടുക്കാത്തതിൻ്റെ. പിന്നെ ആളെടുത്ത് ഒന്ന് ഹാപ്പിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കേണ്ട നേരമായി തുടങ്ങി. ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഭയങ്കര ബിസിയാണ്. അവർ തന്നെയാട്ടോ എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുത്തിരുന്നത്. അല്ലാണ്ട് പുറമേ നിന്ന് വേറെ ആൾക്കാരൊന്നും നിർത്തിയിരുന്നില്ല. ഈ തിരിഞ്ഞു നിൽക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് മായ. അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ചോറും വിളമ്പി, സാമ്പാറും വിളമ്പി, അടുത്തൊരു കുഴിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടാ കുറച്ച് മോരും കൂടെ ഒഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല. നമ്മളെ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞ പോലെ ഹൊയ് സാമ്പാറും മോരുകറിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് അടിച്ച് തിമിർത്ത് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അവിടെ ഒരാൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒന്നുമല്ല, മൂപ്പരാൻ്റെ പഴം ഉണ്ടി അടിച്ച് മാറ്റിക്കൊണ്ടുപോയി. പക്ഷെ അവിടെ വീണ്ടും ചോദിച്ചപ്പോൾ അവർക്കൊരു പഴം കൂടി കൊടുത്തിട്ടാ. അങ്ങനെ ഹാപ്പിയായി സദ്യയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നടന്നാട്ടാ മ്യൂസിക്കൽ ചെയർ. എൻ്റെ മോനും അതിൽ പങ്കെടുത്തു. ചീജു അവനതിൽ പ്രൈസ് വാങ്ങാന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം. അവൻ ആ കുട്ടികളുടെ കൂടെ കളിക്കാന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ആളതിൽ എൻജോയ് ചെയ്ത് ഔട്ടായപ്പോൾ കുറച്ചൊരു കുഞ്ഞു വിഷമമായിട്ടാണ്. പിന്നെ അവരൊപ്പം കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ എന്തായിരുന്നു ഏറ്റവും സ്പെഷ്യൽ, ഇതിന് പങ്കെടുത്ത എല്ലാ കുഞ്ഞുമക്കൾക്കും അവർ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടുകൂടി ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു. പിന്നെ അച്ഛൻ വന്നില്ല. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ആയത് കാരണം എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴാവും മൂപ്പരാന് ജോബ് കിട്ടും. അപ്പം മിക്കവാറും പ്രോഗ്രാമിന് ഞങ്ങളൊപ്പം മൂപ്പരാന് ഉണ്ടാവാറില്ല. ഞങ്ങളെ വിട്ട് തരാറാണ് പതിവ്. അപ്പം ഞങ്ങളെ കുഞ്ഞോണത്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.